അതുകൊണ്ട് നമ്മൾ ചെല്ലിയാൽ മാത്രം പോരാ, ചെല്ലണം. ആ ചെല്ലണേൻ്റെ ഒപ്പം നമ്മളെ കൽബ് ഇങ്ങോട്ട് അതിന് പ്രിപ്പയർ ആയി വരണം, അതിനിങ്ങനെ ശരിയായി വരണം. നമ്മൾ എത്ര കണ്ട് മാപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ അത്ര കണ്ട് നമ്മൾ മക്കളെ കൊണ്ടും പൈസ കൊണ്ടും വിജയിക്കും. മക്കളും മുതലും ഉപകാരമില്ല എന്നല്ല ഇബ്രാഹിം നബി പറഞ്ഞത്, ഉണ്ട് എന്നാ പറഞ്ഞത്. റബ്ബി ലാ തുഖ്സിനീന യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ ടെൻഷൻ ആക്കരുത്. ഹീന യുബഅസൂൻ, ബീസത്തിന്റെ നാളില്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ. ഉപകാരം ചെയ്യൂല എന്നല്ലട്ടോ, ചെയ്യും. ആർക്ക്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ അല്ലാഹുവിങ്കൽ ചെന്നവന് മക്കളെ കൊണ്ടും കാര്യം കിട്ടും, മുതലുകൊണ്ടും കാര്യം കിട്ടും. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം. രക്ഷപ്പെട്ട ഹൃദയം വേണം. ഇനിയിപ്പോ ഇതുക്കും മിനന്നാറാളെ വരുന്നത് അടുത്ത 10. നമ്മളെ അള്ളാഹു തആല നരകത്തു നിന്നാണ്ട് ഇത്തിക്കല്ലെങ്കിലേ നമ്മൾ വേറെ ഉള്ളവരാണ്ട് ഇത്തിക്കല്ലണം. മനസ്സിലായില്ല? കുഞ്ഞാമത് ഉദാഹരണം. കുഞ്ഞാമത് സ്വർഗത്തിലാ നരകത്തിലാ? ഓ, എന്തായാലും നരകത്തിലാന്ന് ഉറപ്പല്ലേ. ഗീബത്ത് പറയല്ലാതെ എന്താ ഓന് പണി? മയമുട്ടി ഉമ്മാനെ തച്ചോനല്ലേ, ഓ നരകത്തിലെ വറകന്നെ ഉറപ്പാണ്. പിന്നെ പറ അബ്ദുറഹ്മാന് തേങ്ങ കച്ചവടമാണ്, കള്ളപ്പെറുക്കല്ലാതെ വേറൊന്നും എൻ്റെ അടുത്തില്ല, ആകെ കള്ളപ്പെറുക്ക്. ഓ എന്തായാലും നരകത്തിൽ തന്നെയാണ്. പിന്നെ ഇപ്പൊ സ്വർഗത്തിലാരാ? ബഹുമാനപ്പെട്ട ഞാൻ മുസാഫിലെ നടുക്കത്തെ കണ്ടം ഞാനാണിപ്പോൾ സ്വർഗത്തിലുള്ളത്. ആദ്യം നമ്മൾ ഓലക്കൊന്നും നരകത്തുനിന്ന് എത്തിക്കല്ലേ. അബ്ദുറഹ്മാൻ ഓ എന്തായാലും കഴിച്ചിലാവും. സംഗതി എന്തൊക്കെ പറഞ്ഞാലേ ഓൻ അവസാനം വെച്ചിട്ട് ഓൻ്റെ അമ്മാൻ്റെ ഒരു നോട്ടം നോക്കിയിട്ട് നരകത്തുനിന്ന് കഴിച്ചിലാവാൻ അത് മതി, ഓ എന്തായാലും കഴിച്ചിലാവും. അങ്ങനെ ഓരോരുത്തരും കഴിച്ചിലാക്കി. മഹലിലുള്ള മുഴുവൻ മനുഷ്യന്മാരും കഴിച്ചിലാവട്ടെ. അവനാൻ്റെ കാര്യത്തിന് മാത്രമാണ് പേടി വേണ്ടത്, വേറുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും സലാമത്താവുന്ന്. ഇത് നമ്മളെല്ലാവരും നരകത്ത് ചേർത്തിട്ട് അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ബാക്കിയുള്ളവരൊക്കെ നരകത്തുനിന്ന് നമ്മൾ മോചിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെയും മോചിപ്പിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മഗ്ഫിറത്തിൻ്റെ വർത്താനം പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മളെ കാര്യം, നരകമോചനത്തിൻ്റെ കാര്യവും. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് നല്ല ചിന്ത ഉണ്ടാവണം. അപ്പം മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ദുന്യാവിലെ സൗകര്യവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുതന്നെയാണ് ആഖിറത്തിലെ സൗകര്യങ്ങളും. അതുകൊണ്ട് ഖൽബുൻ സലീം ഉണ്ടായിരിക്കണം. ഖൽബുൻ സലീമുള്ളവർക്ക് മാലും മുതലും മക്കളും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവിലെ ജീവിതകാലം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. അത് തിരിച്ചറിവാണ് ശരിക്ക്. ഈ പിന്നെ ദുഃഖവും സന്തോഷവും രണ്ടല്ല, ഒന്നാണ്. ദുഃഖം എന്ന് പറഞ്ഞ സാധനവും സന്തോഷം എന്ന് പറഞ്ഞത് രണ്ടല്ല, അത് ഒരേ സാധനമാണ്. നമ്മൾ എങ്ങനെ വിചാരിക്കുന്നു അതിനനുസരിച്ചാണ്. ചില ആളുകളുടെ ദുഃഖം മറ്റു ചില ആൾക്കാരുടെ സന്തോഷമാണ്. അപ്പോൾ സാധനം രണ്ടും ഒന്നാണ്. ദുഃഖവും സന്തോഷവും ഒന്നാണ്. രാവും പകലും ഒരേ സാധനമാണ്. അതിങ്ങനെ മറിഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ, ഒരേ സാധനമാണ്. രണ്ടാണെങ്കിൽ രണ്ടും ഒപ്പം വരും, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. രണ്ട് സാധനങ്ങളാണെന്ന് വിചാരിക്കുക. രണ്ടും ഒരാളാവുമ്പോൾ ഒരാൾക്കേ വരാൻ കഴിയുള്ളൂ, രണ്ടാൾക്ക് വരാൻ കഴിയൂല. രണ്ട് സാധനവും രണ്ടാണെങ്കിൽ രണ്ടും ഒരുമിച്ച് വരും. വെളുപ്പും കറുപ്പും കൂടി ഒപ്പം വരുമോ? ഉണ്ടാവില്ല. ഒന്നുകിൽ വെളുപ്പേ വരുള്ളൂ അല്ലെങ്കിൽ കറുപ്പേ വരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടും ഒരേ സാധനമാണ് എന്നുള്ളതാണ്. എന്ന മാതിരി ദുഃഖവും സന്തോഷവും ഒരേ സാധനമാണ്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ്. ചില ആൾക്കാരുടെ ദുഃഖം വേറെ ചില ആൾക്കാരുടെ സന്തോഷമാണ്, വേറെ ചില ആൾക്കാരുടെ സന്തോഷം വേറെ ചില ആൾക്കാരുടെ ദുഃഖമാണ്. എത്ര നല്ല സെൻ്റാണെങ്കിലും ചിലർക്ക് തലകുത്തുണ്ടാവും എന്നർത്ഥം. ചില ആൾക്കാരുടെ സന്തോഷം വേറെ ചില ആളുകളുടെ വിഷമമാണ്, ദുഃഖമാണ്. സാധനം രണ്ടും ഒന്നാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചാകുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ സന്തോഷത്തിന് ഈ അടങ്ങാറൊക്കെ ഇപ്പോൾ ജീവിക്കാനുള്ള അടങ്ങാറാ മരിക്കാനുള്ള അടങ്ങാറാ? നമുക്ക് തോന്നും ജീവിക്കാനുള്ള അടങ്ങാറാണെന്ന്. സത്യത്തിൽ
ജീവിതം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. ഇപ്പം എത്ര പോകുന്നൊരു സാധനമാണെന്ന് വിചാരിക്കുക. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന വലിയൊരു സാധനം. ഇത് ജനനം, ഇത് മരണം. ജനിച്ചത് മുതൽ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ മരണം തീരുന്നു. അപ്പോൾ ഈ അടങ്ങാറ് എന്തിനുള്ള അടങ്ങാറാ? മരിക്കാനുള്ള അടങ്ങാറോ ജനിക്കാനുള്ള അടങ്ങാറോ? ജനനം കഴിഞ്ഞാൽ പിന്നെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ അടങ്ങാറ് എന്നാ തീരുക? മരിച്ചാൽ തീരും. അത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഭയങ്കര റാഹത്തായിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അതിൽപ്പെട്ട ആളായിരുന്നു. ബിലാൽ റളിയല്ലാഹു അതിൽപ്പെട്ട ആളാണ്. ബിലാൽ റളിയല്ലാഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഞാൻ ഇനി മദീനയിൽ നിൽക്കൂലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. കൂഫയിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണറുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, തർക്കമുണ്ടായി. അങ്ങനെ ആൾക്കാർ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ കൂഫയത്തെ ഗവർണറെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, കുറ്റാരോപിതനായ ആളെ വിളിച്ച് വിചാരണ നടത്തിയിട്ടല്ലാതെ തീരുമാനം എടുക്കാൻ കഴിയൂലായിരുന്നു. വന്നവർ പറഞ്ഞു, ആ വിചാരണയൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, തീരുമാനം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ പെട്ടെന്നാണ് തീരുമാനിക്കാൻ പറ്റുമൊന്നുമില്ല, ആലോചിച്ചിട്ടേ പറ്റുള്ളൂ പറഞ്ഞു. ഇപ്പം തന്നെ തീരുമാനമാണ്, അല്ലെങ്കിൽ കമ്മിറ്റി വേണ്ടായിരുന്നു, പിരിച്ചുവിട്ടാളിയാർ വന്നവർ. അവസാനം ഭയങ്കര പ്രശ്നമായി. പട്ടാളക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി. മദീനയിൽ എല്ലാ പട്ടാളക്കാരും തമ്പടിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറച്ച് ആൾക്കാർ കൊല്ലാൻ പ്ലാൻ ചെയ്തു. അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ആൾക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ വീടിൻ്റെ ബാക്കിൽ കൂടി ഒരു വഴി ഉണ്ടാക്കി തരാം, നിങ്ങൾ അതിൽക്കൂടെ പോയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കുക, രണ്ടാലൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പോവില്ലാറ്. അതിന് കുറേ കാരണം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അള്ളാഹിൻ്റെ റസൂല് കടന്നുറങ്ങുന്ന മദീന വിട്ട് പോണ പ്രശ്നമില്ല. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, മദീനത്ത് ഞാൻ നിൽക്കണ പ്രശ്നം തന്നെ ഇല്ല. ഏതാ വേണ്ടത്? അത് ഓരോരുത്തരും മനസ്സുപോലെയാണ്. ബിലാൽ റളിയല്ലാഹു കൂഫയിലേക്ക് പോയി. കൂഫക്കാർ ബിലാൽ റളിയല്ലാഹുവിനെ നേതാവാക്കി. സ്വഹാബിയായ ഒരാൾ വന്നതല്ലേ, നേതാവാക്കി. മഹാനവറുകൾ കുറേ കാലം ജീവിച്ചു. വഫാത്തിൻ്റെ അസുഖങ്ങൾ കാണിച്ചു തുടങ്ങി. നാട്ടുകാർ മൊത്തം കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു ചിരിച്ചു. തൻ്റെ ഭാര്യയും കരഞ്ഞപ്പോൾ ഭാര്യയെ വിളിച്ചുകൊണ്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹധർമ്മിണി, പൊന്നുമോളെ, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇത്രയും കാലം വിഷമിച്ചിരുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷമം തീരാൻ പോവുകയാണ്. എനിക്ക് ഇത്ര കാലം എന്ത് വിഷയത്തിലാ വിഷമം ഉണ്ടായിച്ചാൽ ആ വിഷമെന്ന് തീരാൻ പോവുകയാണ്, ഇജെന്തിനാ കരയണത് എന്ന് പറഞ്ഞുകാണ്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ചെയ്തത്. എല്ലാവരും മരിച്ചുമോ നിലവിളിച്ചൊന്നുമില്ല, എല്ലാ ആൾക്കാരും മരിച്ചുമോ നിലവിളിക്കൂല. അതൊരു കാഴ്ചപ്പാടാണ്. സത്യത്തിൽ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കാണ് നമ്മളിവിടെ അധ്വാനിക്കുന്നത്, നമ്മളിവിടെ പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യം കറക്റ്റാണെങ്കിൽ ഒന്നും സംഭവിക്കൂല.